ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ബുക്ക് ഓഫ് ലോഡിലൂടെ മറ്റൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പ്രധാനമായും ചിന്തിക്കാൻ പോകുന്നത് അടൂറുള്ള പാസ്റ്റർ ടിജോ തോമസ്. അദ്ദേഹം ഒരു വലിയൊരു പ്രവചനം നടത്തി. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി വരും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വലിയ പ്രവചനങ്ങളൊക്കെ നടത്തി. അപ്പോൾ ആ പ്രവചനത്തിൽ നമ്മൾ കണ്ട ഒരു കാര്യം, അത് വീഡിയോ ആയിരുന്നുവെന്ന് പലരും പറയുകയും അതുപോലെ തന്നെ സാംകുട്ടി സാറൊക്കെ അതിനെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ച് ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പാസ്റ്റർ ടിജോ തോമസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ദൈവത്തിന്റെ യഥാർത്ഥമായ പ്രവാചകനാണോ എന്ന് പലപ്പോഴും ചിന്തിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്. ഇപ്പൊ ടിജോ തോമസിനെ പോലെ അനേകം പ്രവചനം പറയുന്ന ഒരുപാട് പ്രവാചകന്മാർ, പാസ്റ്റർ സാമച്ചൻ, അതുപോലെ തന്നെ ബിനു വ്യാഴമുട്ടം, അങ്ങനെ അതുപോലെ തന്നെ പാസ്റ്റർ ടിനു ജോർജ്, ജോൺ താരു, ഇങ്ങനെ പല ബിസിനസ് സംബന്ധമായി പ്രവചനങ്ങൾ നടത്തുന്ന അനേകം പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ ജീവിക്കുന്ന ഈ നാടെന്ന് പറയുന്നത്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഒന്നാമത്തെ കാര്യം, ഒരു സ്റ്റേജിന്റെ സഹായമില്ലാതെ അല്ലെങ്കിൽ ഒരു ടെന്റിന്റെ സഹായമില്ലാതെ പ്രവചിക്കുവാൻ കഴിയുകയില്ല. ഇവരെ ആരെങ്കിലും ഒന്ന് പേഴ്സണലായിട്ടൊന്ന് വിളിച്ചിട്ട് നമ്മളെ ഒന്ന് പ്രവചിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ കൊണ്ട് പ്രവചിക്കാൻ പറ്റുകയില്ല. ഇതൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇവരെയൊക്കെ വിളിക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളായിരിക്കും ഫോണുകൾ എടുക്കുന്നത്. അതുപോലെ തന്നെ അവരായിരിക്കും ആ ഫോണിന് അറ്റൻഡ് ചെയ്തിട്ട് അവർ പറയും പ്രാർത്ഥിക്കാവെന്ന് പറയും. ടിജോ തോമസ് പാസ്റ്റർ ഇവിടെ ഇല്ല, പ്രസംഗം കേൾക്കണം, അദ്ദേഹത്തിന്റെ പ്രസംഗം ഞങ്ങൾ ഇടുന്നതായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു പാസ്റ്ററുടെ ഇടുമെന്നായിരിക്കും ഇവർ പറയുന്നത്. അപ്പം പല വിശ്വാസികളും അദ്ദേഹത്തെ തേടിയാണ് വരുന്നത്, അല്ലെ? അപ്പം പണ്ടത്തെ കാലത്തെ പ്രവാചകന്മാരെ നോക്കുമ്പോൾ അവരിൽ എന്താണ്, ആത്മാവ് നിൽക്കാത്തത് കൊണ്ട്. ഇപ്പം ഏലിയാവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ചുരച്ചെടിയുടെ തടലിൽ കിടന്ന ഉറങ്ങി എന്ന് നമ്മൾ കാണുന്നുണ്ട്, അല്ലെ? അപ്പോ എന്തുകൊണ്ടാണ് ദൈവമേ എന്റെ പ്രാണനെ എടുത്തു കൊള്ളണമേ എന്ന് പറഞ്ഞ ആ വലിയ പ്രവാചകൻ, ബാലിന്റെ സൈന്യത്തെ കൊന്ന, അല്ലെ, ബാലിന്റെ പ്രവാചകന്മാരെ കൊന്ന ആ പ്രവാചകൻ എന്ത് ചെയ്തു? അവസാനം ചുരച്ചെടിയുടെ നടുവിൽ, കാരണം നാട്ടിൽ ക്ഷാമം വരുമെന്ന് പ്രവചിച്ചവൻ, അല്ലെ, അവരതാ കിടക്കുന്നു, ചുരച്ചെടിയുടെ നടുവിൽ കിടന്നുറങ്ങുകയാണ്. ദൈവമേ എന്റെ പ്രാണനെ അങ്ങ് എടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം ഇസബേൽ കൊല്ലുമെന്നായപ്പോൾ. അപ്പോ അങ്ങനെയുള്ള പ്രവാചകന്മാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ പഠിക്കുമ്പോൾ 16-ാം അധ്യായത്തിൽ 16-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയ ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു അടിമ ബാല്യക്കാരിയെ ഞങ്ങൾ എതിരേറ്റു എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പം അവിടെ നമ്മൾ കാണുമ്പോൾ ഒരു പ്രാർത്ഥനാ സ്ഥലത്ത് ചെല്ലുന്നെന്നാണ് അവിടെ പറയുന്നത്. അതിന്റെ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, 17-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അവൾ പൗലോസിന്റെയും ഞങ്ങളുടെ പിന്നാലെ വന്നു, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വാസ്തവം എന്ന് പറയുന്നത്, ഈ പേര് വിളിക്കുന്ന ശുശ്രൂഷകളെ കുറിച്ചാണ്. പലപ്പോഴും ഇന്ന് പേര് വിളിക്കുന്ന ശുശ്രൂഷകൾ വളരെ കൂടി വരികയാണ്, അല്ലെ? നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്, അല്ലെ? ഇതൊക്കെ ദൈവം പറഞ്ഞിട്ട് പേര് വിളിക്കുന്നതാണോ? അല്ല, ഒരിക്കലുമല്ല. അതിനെ കുറിച്ച് ഞാൻ ടെക്നിക്ക് പറഞ്ഞിരുന്നു. അതായത് ചെങ്ങന്നൂരുള്ള ജിനോ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ, അദ്ദേഹം ചെയ്യുന്ന പേര് എങ്ങനെയാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ കുറിച്ച് സംസാരിച്ചിരുന്നു. ഗൂഗിൾ വഴി അദ്ദേഹം സ്ഥലവും വീടും ഒക്കെ കണ്ടുപിടിച്ചുകൊണ്ട് പ്രവചനം നടത്തുന്ന ഒരു രീതിയെ കുറിച്ച് ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ വീഡിയോ ഇട്ടിരുന്നു. അപ്പം ആ വീഡിയോയിൽ നമ്മൾ കണ്ട ഒരു കാഴ്ച എന്താണ്? കാരണം ഇവർക്കൊന്നും സ്വയമായി പ്രവചിക്കുന്നതല്ല, ഇതെല്ലാം ടെക്നോളജിയുടെ സഹായത്താൽ പ്രവചിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ടിജോ തോമസ് എന്ന് പറയുന്ന ഈ പാസ്റ്റർ പല പ്രവചനങ്ങളും പാളിപ്പോയിട്ടുണ്ട്. കാരണം ദൈവം അയച്ചിട്ട് വന്ന പ്രവാചകന്റെ ഒരിക്കലും പാളുവാൻ സാധ്യതയില്ല. കാരണം അയാൾ പറയുന്ന പ്രവചനം അച്ചട്ടായിരിക്കും. കാരണം ഏലിയാവിനെ
ദൈവം ഒരു ഭവനത്തിലേക്ക് അയക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. സാറേഫാത്തിലെ വിധവയുടെ അടുക്കലേക്ക് അയക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അതായത് നമ്മളത് കാണുന്നത് രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിലാണ് അത് കാണുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, നീ എഴുന്നേറ്റ് സിദോനോട് ചേർന്നുള്ള സരേഫാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്കായെന്ന്. വളരെ ചിന്തിക്കേണ്ട ഒരു വാസ്തവമാണ്. വെളിച്ചപ്പാടത്തിയെ സംബന്ധിച്ചിടത്തോളം വെളിച്ചപ്പാടത്തിക്ക് പേര് വിളിക്കാൻ കഴിയുന്നുണ്ട്. അവൾ ഏത് ആത്മാവിലാണ് അത് പറഞ്ഞതെന്ന് നമുക്കറിയില്ല. അപ്പം ഇതേ അവസ്ഥയാണ് ഇവരെ കണ്ടപ്പോ, പൗലോസ് അപ്പോസ്തലനെ കണ്ടപ്പോൾ അവർ പറഞ്ഞു ദൈവത്തിന്റെ ദാസന്മാരെന്ന് അവൾ പറഞ്ഞു. അപ്പൊ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു വാസ്തവം എന്ന് പറയുന്നത്, പിശാചിന്റെ ആത്മാവിനും കഴിയും പേരുകൾ വിളിക്കുവാനും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും ചെയ്യുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ ആദ്യത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് എങ്ങനെയാണ്, യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു അടിമ ബാല്യക്കാരിയെ ഞങ്ങൾ കണ്ടു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ അവൾ വെളിച്ചപ്പാടത്തെയാണ്, അവൾക്കറിയാം, അവൾക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നുള്ളതാണ്. അപ്പൊ സരേഫാത്തിലേക്ക് ഏലിയാവിനെ വിടുന്നത് ആരാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്, ദൈവമാണ് വിടുന്നത്. അപ്പം ഒരിക്കലും ടിജോ തോമസ് എന്ന് പറയുന്ന പാസ്റ്റർ ചെല്ലുന്നത് ദൈവം വിളിച്ചിട്ടല്ല ചെല്ലുന്നത്. അയാളുടെ ഒരു ടെന്റ് അല്ലെങ്കിൽ അയാളുടെ ഒരു സ്റ്റേജ്, അയാൾ അവിടെ നിന്ന് പ്രസംഗിച്ചിട്ട് അയാൾക്ക് വരുമാനം ഉണ്ടാക്കേണ്ട കാര്യങ്ങളാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഏലിയാവ് അങ്ങനെ ആയിരുന്നില്ല. ഏലിയാവിനോട് ദൈവം പറഞ്ഞ് അവിടെ പോകാനും അവരെ രക്ഷിക്കുവാൻ, ആ കുടുംബത്തെ രക്ഷപ്പെടേണ്ട കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ദൈവം പറഞ്ഞയക്കുന്ന പ്രവാചകനായിട്ടാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ വീടിന്റെ അവസ്ഥയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വളരെ ശോചനീയമായ ഒരു ഭവനം ആണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലേ? അവിടെ എന്താണ്, അവിടെ ചെല്ലുന്ന ഏലിയാവ് പറയുകയാണ്, അവൾ കൊണ്ടുവരാൻ പോകുന്ന, അതായത് 10-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, 17-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, അങ്ങനെ അവൻ എഴുന്നേറ്റ് സാരാഫത്തിലേക്ക് പോയി. അവൻ പട്ടണവാതിക്കൽ എത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറക് പെറുക്കിക്കൊണ്ടിരുന്നു. അവൻ അവളെ വിളിച്ചു, എനിക്ക് കുടിക്കാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു. അവൾ കൊണ്ടുവരാൻ പോകുമ്പോൾ, ഒരു കഷ്ണവും അപ്പവും കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുപോരണമേ എന്ന് അവൻ അവളോട് വിളിച്ചു പറഞ്ഞു. അതിനവൾ, നിന്റെ ദൈവമായ യഹോവയാണ്, കലത്തില് ഒരു പിടി മാവും ഭരണയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്ക് ഒരു അപ്പവും ഇല്ല. ഞാൻ ഇതാ 2 വിറക് വെറുക്കുന്നു. ഇത് കൊണ്ടുചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിക്കുവാനായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതാണ് ആ വീടിന്റെ അവസ്ഥ. ആ വീടിന്റെ അവസ്ഥയിലേക്കാണ് ഈ പ്രവാചകൻ കടന്നു വരുന്നത്. അപ്പോ ഞാൻ നോക്കുമ്പോ ടിജോ തോമസിന്റെ, അതായത് ഈ പ്രവാചകൻ എന്ന് പറയുന്ന ടിജോ തോമസിന്റെ ഈ പ്രസംഗ വേദികളിൽ വരുന്ന ആൾക്കാരിൽ 100-ൽ എത്രയാണ്, 99% ആൾക്കാരും ഇതേ അവസ്ഥയിൽ വരുന്നതാണ്. അവരൊന്ന് വിചാരിക്കുകയാണ്, ഇദ്ദേഹം ഒന്ന് പേര് വിളിച്ചിരുന്നെങ്കിൽ എനിക്ക് സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വരുന്നത്. പക്ഷെ അവരെ നോക്കിയൊന്നും അദ്ദേഹം വിളിക്കത്തില്ല. അദ്ദേഹം ചില ചോയ്സുകൾ വെച്ചിട്ടുണ്ട്. എന്നാലേ അദ്ദേഹത്തിന് ആ ആളുകളെ പറ്റി അറിവ് കിട്ടിയിരിക്കുന്നവരെ കുറിച്ച് മാത്രമേ പുള്ളി പ്രവചിക്കത്തുള്ളൂ. 1-2 പേരെ മാത്രം. അതെന്ത് പ്രവാചകനാണ്? അപ്പൊ ഇത് ദൈവം പറഞ്ഞിട്ട് വന്ന പ്രവാചകനാണോ? 1-2 പേരെ വെച്ചിട്ട് അദ്ദേഹത്തിന് കുറെ ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ടാവും. അത് വെച്ച് അദ്ദേഹം ഒന്ന് പ്രവചിക്കുകയാണ്. അപ്പോ പണ്ട് നമ്മുടെ ഷമീർ കൊല്ലം പാഷ പറഞ്ഞ പോലെ ഈ വാട്സപ്പിനകത്ത് മെസ്സേജ് വരും, അദ്ദേഹത്തിന്റെ ടീമിലുള്ള ഒരാൾ പോയി അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. അതെടുത്ത് വാട്സപ്പിലേക്ക് വാട്സപ്പിലേക്ക് അയക്കും. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ട്രിക്ക് എന്ന് പണ്ട് പാസ്റ്റർ ഷമീർ കൊല്ലം പാസ്റ്റർ പറഞ്ഞത് ഞാനിതും കേൾക്കുന്നു. അപ്പോ അവിടെ പോവാണെങ്കിൽ നമുക്കറിയാം എത്ര പേരെ അദ്ദേഹം വിളിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് എത്ര പേരെ വിളിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം. അപ്പൊ ഇത് വെളിച്ചപ്പാടത്തിയുടെ ആ ശൈലി തന്നെയല്ലേ എന്ന് നമ്മൾ തന്നെ ഉറപ്പിക്കേണ്ട ഒരു വാസ്തവം തന്നെയാണ്. അപ്പോ അദ്ദേഹത്തിന്റെ പ്രവചനം എന്ന് പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ അവരെ കണ്ടപ്പോ പിടികിട്ടി. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, എന്നാ പിന്നെ പൗലോസ് അപ്പോസ്തലൻ നീ പറഞ്ഞല്ലേ നീ ദൈവത്തിന്റെ ആള് തന്നെയാണ്
എന്ന്. ഇന്നത്തെ പ്രവാചകന്മാരൊക്കെ പറയും നീ ദൈവത്തിന്റെ ആളാണെന്ന് പറഞ്ഞതിനായിരുന്നു. പക്ഷെ അപ്പോസ്തലനെ പൗലോസിന് പിടികിട്ടി ഇവള് വേറെ ഏതോ ആത്മാവിലാണ് പറയുന്നെന്ന്. അപ്പൊ അത്രയ്ക്ക് തീക്ഷ്ണതയുണ്ട് അപ്പോസ്തലന്, അല്ലേ? അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ഈ കാണുന്ന ഈ പ്രവാചകന്മാരൊക്കെ എന്ത് ചെയ്യുന്നു? നമ്മളെ പറ്റിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഇവരെ ഒന്ന് ഫോൺ വിളിച്ച് ചോദിക്കാമോ. ഇവര് അപ്പം പറയും ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ട്, അവിടെ പോയി പ്രാർത്ഥിക്കാം. അങ്ങനെ പറയുന്ന ആൾക്കാരാണ് ഇന്ന് ഏറി വരുന്നത് സത്യത്തിൽ പ്രവാചകന്മാരെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഒരു പ്രവാചകനെ കൂടി പറയാം. ഒരുപാട് പ്രവാചകന്മാരുണ്ട്, എക്സാമ്പിൾ ഒത്തിരി തരാറുണ്ട്. പക്ഷെ ഈ വീഡിയോ ഇതിന് ഉതകത്തില്ലാത്തത് കൊണ്ട് ഞാൻ ഒരു പ്രവാചകനെ കൂടി പറയാം. ഏലിയാവിന്റെ കാര്യം ഞാൻ പറഞ്ഞു, ദൈവം അയച്ചിട്ട് വന്ന പ്രവാചകൻ തന്നെയാണ്, എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞു, അല്ലെ? ആ വീടിന്റെ ശോചനാവസ്ഥ മാറിയെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ആ ഭവനത്തിന്റെ ശോചനാവസ്ഥയെക്കുറിച്ച് അറിയാം. ആ വീടിനെ രക്ഷപ്പെടുത്താൻ വരുന്നവനാണ് പ്രവാചകൻ. ദൈവം പറഞ്ഞിട്ട് വരുന്നതായിരിക്കും. നിന്റെ പ്രാർത്ഥനയും നിന്റെ കണ്ണുനീരും കണ്ടിട്ടായിരിക്കും ആ പ്രവാചകൻ നിന്റെ വീട്ടിലേക്ക് ആ പ്രവാചകനെ ദൈവം വീട്ടിലേക്ക് അയക്കുന്നത്. അതേ അവസ്ഥയാണ് നമ്മൾ ഏലിയാവിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠം പ്രവാചകനെ കുറിച്ച്. ഇനി അടുത്തത് നമ്മൾ പറയുമ്പോ ഇരമ്യാവിനെ കുറിച്ച് നമ്മൾ കാണുന്ന ചില പ്രവാചകൻ, അല്ലെ, ചില പ്രവചനങ്ങൾ നമ്മൾ കാണാൻ കഴിയുന്നത്. അതായത് ഇരമ്യാവ് എങ്ങനെയുള്ള പ്രവാചകനായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇരമ്യാവിനെ കുറിച്ച് എൻ്റെ 18 പ്രവചനങ്ങൾ എനിക്ക് പറയാനുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പ്രവചിച്ചത് ആളെ നോക്കി പ്രവചിക്കുകയായിരുന്നില്ല. നീ രക്ഷപ്പെടുമെന്ന് പറഞ്ഞതല്ല, സാമ്പത്തിക നേട്ടം ഉണ്ടാവുമെന്ന് പറയുന്നതല്ല, അമേരിക്കയ്ക്ക് പോകുമെന്ന് പറയുന്നതല്ല, ഓസ്ട്രേലിയക്ക് പോകുമെന്ന് പറയുന്നതല്ല. അതൊന്നും ആയിരുന്നില്ല ഇരമ്യ പ്രവാചകന്റെ ശുശ്രൂഷ. ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അല്ലെ? ഇരമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്ന അവിടെ അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ പ്രവചനം എന്ന് പറയുന്നത് യെരുശലേമിന്റെ വീഴ്ചയെ കുറിച്ചാണ്. ഇനി അടുത്ത പ്രവചിച്ചു വെച്ചിരിക്കുകയാണ്. ഇനി 7-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ഇരമ്യാവിന്റെ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? ദേവാലയത്തിന്റെ നാശത്തെ കുറിച്ചാണ് അദ്ദേഹം പ്രവചിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് പ്രവചിച്ചിരിക്കുകയാണ് യഹോവാഹാസിന്റെ മിസ്രൈമിലെ മരണത്തെ കുറിച്ച്. 22-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ അന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ വളരെ നല്ല കാര്യമായിരിക്കും. അടുത്ത പ്രവചനമാണ് വിലാപമില്ലാതെയുള്ള യഹോവാക്കീമിന്റെ മരണം. അതും യിരെമ്യാവ് പ്രവചിച്ചു. 36-ാം അധ്യായം 27 മുതൽ 30 വരെ. അപ്പൊ ഇവർക്കൊക്കെ ഇതൊക്കെ പ്രവചിക്കാൻ കഴിയുമോ? ഇന്നത്തെ പ്രവാചകന്മാർക്ക് പ്രവചിക്കാൻ കഴിയുമോ? കാരണം ഇവർ ദൈവത്തിൽ നിന്നുള്ള പ്രവാചകനല്ല. ഇതാണ് ദൈവത്തിൽ നിന്നുള്ള പ്രവാചകന്റെ പ്രത്യേകത. ശ്രദ്ധിച്ചോണം, ഇനി ഞാൻ പറയാൻ പോവാ. യഹോവാക്കീമിന്റെ രാജകീയ പാരമ്പര്യത്തിന്റെ നാശം 22-ാം അധ്യായം, ആ യിരെമ്യാവിന്റെ പുസ്തകം 22-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വാക്യത്തിൽ അത് പ്രവചിച്ചു വെച്ചിട്ടുണ്ട്. ബാബിലോണിൽ ഉണ്ടായിരുന്ന 3 കള്ളപ്രവാചകന്മാർ നാശം. അപ്പൊ കള്ളപ്രവാചകന്മാരെ പോലും യിരെമ്യാവിന് തിരിച്ചറിയാമായിരുന്നു എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. കള്ളപ്രവാചകന്മാരാണെന്ന് അദ്ദേഹം പറഞ്ഞു. 3 കള്ളപ്രവാചകന്മാരുടെ നാശവും പറഞ്ഞു. അത് 29-ാം അധ്യായം 20 മുതൽ 32 വരെയുള്ള വാക്യത്തിൽ അത് കിടപ്പുണ്ട് യിരെമ്യാവിന്റെ പുസ്തകത്തിൽ. ഇനി അടുത്ത പറയുന്ന യെരുശലേമിലെ കള്ളപ്രവാചകന്റെ മരണം, അതും അദ്ദേഹം പ്രവചിച്ചു. 28-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അത് ശ്രദ്ധിക്കേണ്ട ഒരു വാസ്തവമാണ്. ഇനി അടുത്തത് സെരയാവിനോടുള്ളത് 51-ാം അധ്യായം 59-ാമത്തെ വാക്യത്തിൽ. ഇനി അടുത്തത് ബാബിലോണിനെതിരായ മിസ്രൈമി യഹൂദ പടയ്ക്കെതിരെയുള്ള പ്രവചനം. ശ്രദ്ധിക്കണം, ഇതെല്ലാം രാജ്യവും അങ്ങനെയുള്ള എന്താ പറയുക വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച്. ജോ തോമസ് പാസ്റ്ററൊക്കെ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പ്രവചിക്കുവോ? എന്തോ ഫോറൻസിക് പ്രവചനമൊക്കെ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ ഇന്ത്യ ഗവൺമെന്റോ കേരള ഗവൺമെന്റോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അന്വേഷിക്കാമെന്ന് പറഞ്ഞ പല ഇൻവെസ്റ്റിഗേഷനും പുള്ളി ഉത്തരം നൽകാമെന്നൊക്കെയാണ് പുള്ളി ഒരിക്കൽ പറഞ്ഞത്. അങ്ങനെ വരെ പറഞ്ഞ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോ അങ്ങനെ പറയുവാൻ അദ്ദേഹത്തിന് കഴിയുമെങ്കിൽ അദ്ദേഹം അത് ചെയ്ത് കാണിക്കണം, അല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇൻവെസ്റ്റിഗേഷന്റെ അത് പറഞ്ഞു കാണിക്കണം, ഇന്ന ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെ എനിക്ക് കൊടുക്കാൻ പറ്റും എന്ന് പറയാൻ കഴിയണം. അതിന് കഴിയുന്നില്ലല്ലോ. ഇത് യിരെമ്യാവ് അവിടുത്തെ രാജാവ് പറയാതെ തന്നെ പ്രവചിച്ചാണ് ഇന്ന ആൾക്ക് ഇന്ന നാശം വരും, അല്ലെങ്കിൽ ഇന്ന യുദ്ധത്തില്, അല്ലെ? ഇപ്പൊ പറഞ്ഞ ബാബിലോണിനെതിരായുള്ള മിസ്രൈം യഹൂദ പടയ്ക്കെതിരെയുള്ള പ്രവചനം. അത് എഴുതിയിരിക്കുന്നത് 37-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യത്തിലാണ്. ഇനി കർക്കെമിഷിൽ വെച്ചുള്ള യുദ്ധത്തിൽ ബാബിലോണിനുണ്ടാകുന്ന മിസ്രൈമിന്റെ പരാജയം വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്.
അല്ലെ? അന്നത്തെ പ്രവാചകന്മാർക്ക് അറിയാം ഇനി അടുത്ത രാജാവ് ആരായിരിക്കും, അല്ലെ? ഇന്ന് അടുത്ത മന്ത്രി ആരാന്നൊന്നും അറിയത്തൊന്നുമില്ല. ചുമ്മാതെ വിളിച്ചു കിട്ടി ഇങ്ങനെ വന്നിട്ട് പറയുകയാണ് ഇന്നയാള് ഭരണത്തിലിരിക്കും. പണ്ട് എബി എന്ന് പറയുന്നൊരു പാർശ്വ പ്രവചിച്ചു, എന്നാ കേന്ദ്രത്തിലെ ഭരണം മാറാൻ പോവാണ്. അദ്ദേഹത്തെ ആ നാളിൽ കേന്ദ്രത്തിൽ അതേ പാർട്ടി തന്നെ വിജയിച്ചു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? അദ്ദേഹത്തെ എല്ലാവരും കളിയാക്കാൻ തുടങ്ങി. അതാണ് സംഭവിച്ചത്. അതായിരുന്നു അദ്ദേഹം വെച്ച പ്രവചനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കെ എ പാസ്റ്റർ പറഞ്ഞു കൊറോണയാണ്, തീ അയക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നീട് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാ, ഞാൻ പ്രവചനം ഒന്നും പറഞ്ഞതല്ല, ഞാനൊരു ദൈവാത്മാവിൽ ദൈവം തന്ന എന്തോ ഞാൻ എങ്ങനെയോ പറഞ്ഞതാണ്. ഉറപ്പില്ലാത്ത പ്രവാചകൻ. അതല്ലേ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന ഒരു വാസ്തവം എന്ന് പറയുന്നത്. അത് അവിടെ കിടക്കട്ടെ. മിസ്രൈമിൽ ബാബിലോൺ അധീനത്തിലാകുന്നത്. അതെ, അടുത്ത കാര്യം പറയുകയാണ് 43 അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ. ഇനി അതുപോലെ ബാബിലോണിലുള്ള യഹൂദയുടെ 70 വർഷത്തെ പ്രവാസം വരാൻ പോകുന്ന കാര്യങ്ങളാണ്, അല്ലെ? 25:11 29:10 അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 70 വർഷത്തിന് ശേഷമുള്ള യെരുശലേമിന്റെ യഥാസ്ഥാനത്തെ കുറിച്ചും അദ്ദേഹം പ്രവചിച്ചു, അല്ലെ? അത് യെശയ്യാവിന്റെ പുസ്തകം യിരെമ്യാവിന്റെ പുസ്തകം 27 അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ അത് കാണുന്നു. ഇനി 14 പ്രവചനത്തെ കുറിച്ചാണ് ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത്. 14 പ്രവചനം പറയുന്നത് 70 വർഷത്തിന് ശേഷമുള്ള ബാബിലോണിന്റെ പരാജയം. അത് യിരെമ്യാവിന്റെ പുസ്തകം 25:12 അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി 15 വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ് സിദെക്കീയാവിനെ പിടിക്കുന്നത്. അതായത് 21 അധ്യായം 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. 16 കാര്യത്തിൽ പറയുന്നു ബാബിലോണിലുള്ള ദൈവഭയമുള്ള ശേഷിപ്പിനോട് കരുണയോടെയുള്ള ഇടപെടൽ. 24 അധ്യായത്തിൽ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ അത് കാണുന്നുണ്ട്. ഇസ്രായേലിന്റെ ഒടുവിലായുള്ള യഥാസ്ഥാനത്തെ കുറിച്ച്, അല്ലെ? 30 അധ്യായത്തിൽ 3 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ അത് കാണുന്നു. 18 വാക്യത്തിൽ ഇസ്രായേൽ ഒടുവിലായി പണിയപ്പെടുമെന്നുള്ള കാര്യവും 18 മുതൽ 21 വരെ. അപ്പം ഇതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പേ യിരെമ്യാവ് എന്ന പ്രവാചകൻ ദൈവ നിയോഗത്താൽ താൻ പ്രവചിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ പ്രവാചകൻ എന്ന് പറയുന്നവർക്ക് ഇതൊക്കെ സാധിക്കുമോ? കണ്ടറിയേണ്ടതായിട്ടുണ്ട്, അല്ലേ? അതോ വെളിച്ചപ്പാടത്തിയെ പോലെ പേര് പറയുന്ന പരിപാടിയാണെങ്കിൽ നിങ്ങൾ ഏത് ആത്മാവിലാണ് പ്രവചിക്കുന്നതെങ്കിൽ നിങ്ങൾ അതിന് കണക്ക് കൊടുക്കേണ്ടതായി വരും, അല്ലേ? എന്നോട് അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയുന്നവനെല്ലാം, അല്ലേ, അന്ന് എന്നെ കർത്താവേ കർത്താവേ എന്ന് പലരും വിളിക്കും. ഞാൻ നിന്റെ നാമത്തിൽ വളരെ അത്ഭുത പ്രവൃത്തികൾ ചെയ്തു, വീര്യപ്രവൃത്തികൾ ചെയ്തു. അപ്പോൾ പറയും ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയുമെന്നോ കർത്താവ് മൊഴിഞ്ഞിട്ടുണ്ട്. അത് ഓർത്തുകൊള്ളുക. ഓരോ പ്രവചനങ്ങൾ നടത്തുമ്പോഴും ഓർത്തുകൊള്ളുക, നിങ്ങൾ ദൈവം അയച്ചിട്ട് വന്ന പ്രവാചകന്മാരാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ നിങ്ങളെ തന്നെ ശോധന ചെയ്തിട്ട് വേണം വീണ്ടും പ്രവചിക്കുവാനെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോകൾ എല്ലാവർക്കും അനുഗ്രഹപ്രദമായെങ്കിൽ, ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.